എവിടെ പോവും ഞാൻ പിന്നെ എവിടെ പോവാ പോവാണോ എവിടെയാ പോകുന്നത്? അപ്പോൾ ഗൈസ് പെണ്ണ് റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഹോസ്തൃക ഉപജില്ല കലോത്സവം ഞങ്ങൾ കാണാൻ പോകും. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയാവേ. അപ്പോൾ ഗൈസ് ഞങ്ങളവിടെ എത്തിയിരിക്കുകയാണ്. കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 സ്റ്റേജുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം അവിടെ എത്തിയപ്പോൾ മോണാക്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോണാക്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കുകയാണ്. വിഭീഷണ, നിന്റെ ജ്യേഷ്ഠത്തി അമ്മയോട്, രാവണ പത്നിയായ മണ്ഡോദരിയോട് ക്ഷമിക്കണം. ഈ സമയത്ത് വിധവയെ കാണാൻ പോകുന്ന വിജയിച്ച രാജ്ഞിയല്ല വിഭീഷണ. ഞാൻ ഇരുട്ടിലായിരിക്കുമ്പോഴാണല്ലോ ഒരാൾക്ക് തുണ വേണ്ടത്. എനിക്ക് മണ്ഡോദരിയെ കാണണം. കവാടപാലകരെ വാതിൽ തുറന്നാലും കഴിഞ്ഞു അല്ലേ? ഞാൻ കേട്ടു പുറത്തു നിന്ന് കണ്ട ശബ്ദഭാഷങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി. അവിടെ കുറേ പിള്ളേരെയൊക്കെ കിട്ടി. അവളങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഫുൾ ലൈറ്റും കാര്യങ്ങളായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ മാലക്കല്ലാണ് നമ്മൾ ഇവിടെ പരിപാടികൾ നടത്തുന്നത്. മാലക്കല്ല് കിള്ളാറ് വഴിയാണ് പരിപാടി നടത്തുന്നത്. മാലക്കല്ല് സ്കൂളിലും കിള്ളാറ് LP സ്കൂളിലൊക്കെയാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ പോകുന്ന ലൈറ്റും ഭംഗിയായിട്ട് നന്നായിട്ട് അവർ അലങ്കരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ അലങ്കാരമാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നോക്കി എവിടെ വന്ന് ഇന്നത്തെ എവിടെ പോവും? എവിടെ പോകുന്നേ? കഥ എടുക്കും ഞങ്ങൾ പോവാന്ന് പറ. അവിടെ ചെറിയൊരു ശാസ്ത്രമേള പോലെയുണ്ട്. ലഹരി വിമുക്ത നാടിനെ കുറിച്ചൊക്കെയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അവളെ നിർത്തി അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ പാമ്പിനെയൊക്കെ കണ്ടപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് വേഗം കണ്ടിട്ട് ഇറങ്ങി അടുത്ത പരിപാടിയിലേക്ക് ഞങ്ങൾ കാണാൻ പോവുകയാണ് ഗൈസ്. അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ മാർഗ്ഗംകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ആളും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടം പോലെ പിള്ളേരും എല്ലാ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ മാർഗ്ഗംകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സംഘനൃത്തം തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ സംഘനൃത്തം കാണാനായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവുകയായിരുന്നു. അപ്പം ഇച്ചയുടെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സംഘനൃത്തം ഇവിടെ സ്റ്റാർട്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ UP വിഭാഗത്തിൻ്റെ സംഘനൃത്തമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് മോള് ഓടലും പുറക്കലൊക്കെ ആയിരുന്നു. അവൾ ഓടിക്കളിക്കലും അതിന് കുറച്ച് വീഡിയോ ഒക്കെ എനിക്കെടുക്കാൻ സാധിച്ചത്. എല്ലാ വീഡിയോയും എനിക്കെടുക്കാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.
ഒരുപാട് നേരം ഞങ്ങളെ അവിടെ നിർത്താൻ അവളത് സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് അവൾക്കും വിശക്കാൻ തുടങ്ങി, പിന്നെ ഞങ്ങൾക്കും വിശക്കാൻ തുടങ്ങി. അന്നത്തേക്കും സമയം ഏകദേശം 9 മണി 9:30 ആയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിൽ നോക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഒരു കേക്ക് ഷോപ്പിൽ കയറി. അപ്പോൾ അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കുടിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഡിലൈറ്റ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. കേക്ക്സ് ആൻഡ് ബേക്സ് എന്ന ഡിലൈറ്റ് കേക്ക്സ് ആൻഡ് ബേക്സ് എന്ന ഷോപ്പിലാണ് ഞങ്ങൾ വന്ന് കയറിയത്. അപ്പോൾ ഞങ്ങൾ ഷേക്ക് ഒരു ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഷേക്ക് കുടിച്ച് കുറച്ച് അവൾക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഷേക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്കും കുടിച്ചു, അവൾക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു എന്നാണ് അവളും പറഞ്ഞത്. അവൾ കടിച്ച് പൊടിച്ച് കുറച്ച് അതിൻ്റെയൊക്കെ കളഞ്ഞു. അങ്ങനെ ഞങ്ങളവിടുന്ന് കേക്കൊക്കെ പിടിച്ച് ഷേക്കൊക്കെ കുടിച്ച് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. അത് അപ്പോൾ ഗൈസ് ഷേക്കൊക്കെ സൂപ്പറായിരുന്നു. അപ്പം ഞങ്ങളെ വീട്ടിലെത്തി. അപ്പോൾ സമയം 10:30 ആയിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ. സി യു.